കരിനൊച്ചിയിലുണ്ടല്ലോ, കരിനൊച്ചി വാദസംബന്ധമായ രോഗങ്ങൾക്ക് കരിനൊച്ചി ഇല്ലാതെ പറ്റില്ല എന്ന് പറയാം. വളരെ അഭിവാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് കരിനൊച്ചിയുടെ ഇല നമ്മൾ ഉപയോഗിക്കും, കരിനൊച്ചിയുടെ വേര് ഉപയോഗിക്കും, കരിനൊച്ചിയുടെ തൊലി ഉപയോഗിക്കും. ഇതുകൊണ്ട് വാദസംബന്ധമായ വേദനകൾ, സന്ധിഗത വാദ വേദനകൾക്കൊക്കെ ഉപയോഗിക്കും. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, വാദസംബന്ധമായ രോഗങ്ങൾക്ക് മാത്രമല്ല, വായ്പുണ്ണിന്, അപസ്മാരത്തിന്, വയറ്റിലെ കൃമിക്ക്, വിരയ്ക്ക്, ഗളകണ്ഠം, കഴുത്തിലൊക്കെ ലിംഫ് നോഡ് എൻലാർജ്മെന്റ്സ്, അതുപോലെ തൈറോയിഡ് പ്രോബ്ലം, ടോൺസിലൈറ്റിസ്, ഇതുപോലെ ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം. അപസ്മാരം, ഫിറ്റ്സിനൊക്കെ ഇത് വേണം, മനസ്സിലായോ? അതുപോലെ ഇത് മാത്രമൊന്നുമല്ല, വേറെ രസകരമായ മറ്റു കുറേ അനുഭവങ്ങളും കൂടെ, കുറേ ഉപയോഗങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അയ്യോ, നമ്മൾ ഇൻട്രോ ഇടാൻ മറന്നു. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് കരിനൊച്ചി മലയാളം പേരാണ്, നിർഗുണ്ടി എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുക. നിർഗുണ്ടി സിന്ധുവാരേരണ്ടം എന്നൊക്കെ വിളിച്ചിട്ട്, സിന്ധുവാരേരണ്ടം നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് ആവണക്കെണ്ണ ചേർത്ത് തയ്യാറാക്കുന്നില്ലേ, സിന്ധുവാരം എന്നൊക്കെ ഇതിന്റെ സിനോണിമാണ്, പര്യായ പദമാണ്, സംസ്കൃത പദമാണ്. ഓക്കെ, അപ്പോൾ സിന്ധുവാരം എന്നും വിളിക്കും, നിർഗുണ്ടി എന്നും വിളിക്കും സംസ്കൃതത്തില്, കരിനൊച്ചി എന്ന് മലയാളം. ഇനി ബൊട്ടാനിക്കൽ നെയിം എന്താണെന്നറിയോ? വിറ്റെക്സ് നിഗുണ്ടോ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഓക്കെ, നമുക്കിതിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ അത്ര സുപരിചിതമല്ലെങ്കിലും റയർലി ഉണ്ട്. ഞാൻ പേടിക്കണ്ട, വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട്. ചെടി പരിചയമില്ലാത്തവർ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ മുൻ വീഡിയോകളിൽ, ഒന്ന് ചെടി ഒന്ന് കാണിക്കാമായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എന്തായാലും ആ സസ്യം അതിൻ്റെ ഇല ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം, എന്നാലേ നിങ്ങൾക്ക് ഇത് ഇൻഫർമേഷൻ ഫുള്ളായിട്ട് കിട്ടുള്ളൂ. ഏതേത് രീതിയിലൊക്കെ ഉപയോഗിക്കാമെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇത് നമുക്ക് ഔഷധമായിട്ട് മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല മറ്റു ഉപയോഗങ്ങളും കൂടി ഉണ്ട്, അത് പറയാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് എന്താ നോക്കണ്ടേ. ആയുർവേദ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘു, രൂക്ഷ, തീക്ഷ്ണ ഗുണാണ്. അതുപോലെ തിക്ത, കടു, കഷായ രസമാണ്, ഉഷ്ണവീര്യാണ്, കടു വിഭാഗമാണ്. ഇതാണ് ആയുർവേദ പ്രോപ്പർട്ടീസ്. ബൊട്ടാനിക്കൽ നെയിം വിറ്റെക്സ് നിർഗുണ്ടി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ചേർത്തിട്ട് നമുക്ക് നിസ്സാരം എന്തിനു പറയുന്നു, നമ്മൾ വേദനകളൊക്കെ വരില്ലേ, സന്ധിവേദനകൾ, മേലാസകലം വേദന, വാദസംബന്ധമായ രോഗങ്ങൾ കൊണ്ട് വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഇല ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാനെടുക്കാം. ഏറ്റവും സിമ്പിള്. ഈ കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കുമ്പോൾ, നമ്മൾ തൈലൊക്കെ തേച്ച് കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കുമ്പോൾ ഈ ഇല ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം കൊണ്ട് മേല് കഴുകിയാൽ ഈ വേദനകളൊക്കെ ശമിക്കുന്നതിന് സഹായിക്കും. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്ന കാര്യം. പിന്നെ അടുത്തതായിട്ട് പറയാനായിട്ട് നമുക്ക് ആവിയൊക്കെ പിടിക്കേണ്ടി വരും. എന്തെങ്കിലും ഒടിവ് ചതവൊക്കെ പറ്റി കഴിഞ്ഞാൽ നമ്മൾ തൈലൊക്കെ പുരട്ടി ഒന്ന് ചൂട് പിടിക്കണം, ആവി പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഈ ഇല ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ തോർത്തുമുണ്ട് മുക്കി പിഴിഞ്ഞിട്ട് ആ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ, വേദനയും നീരും തോന്നുന്ന ഭാഗങ്ങളിൽ ആവി പിടിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. അത് സഹായിക്കും. ഇനിയിപ്പോൾ നമുക്ക് വൈറൽ ഫീവർ, ഇപ്പം അതാണല്ലോ ഏറ്റവും താരം. പലതരത്തിലുള്ള വൈറൽ ഫീവർ, പല പേരുകൾ കാലോചിതമായിട്ട് മാറി വരുന്നുണ്ടെങ്കിലും ഇതൊക്കെ വൈറസാണ്. അപ്പോൾ ആ വൈറൽ ഫീവർ വന്നിട്ട് ശരീരത്തിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവുന്ന ആ പനിക്കോള്, ആ പനി കൊണ്ടുണ്ടാവുന്ന ക്ഷീണം, തളർച്ച, മടി, വിശപ്പില്ലായ്മ, ഇത്തരം അവസ്ഥകളില്ലേ, അത് മാറിക്കിട്ടുന്നതിനായിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കുന്ന അറിയോ? അത് പറഞ്ഞുതരാം. അതായത് കരിനൊച്ചിയുടെ ഇല വേണം, തുളസി ഇല വേണം, 2-3 മണി കുരുമുളക് വേണം. ഇതെല്ലാം കൂടി ചതച്ചിട്ട് ഒരു കഷായം വെക്കുക. അതായത് ഇതെല്ലാം കുറച്ചെടുക്കുക, ഒരു 10 ഗ്രാം, എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഒരു 3-1 4-1 ആയിട്ട് അങ്ങോട്ട് വെറ്റിക്കുക. അത് കഴിഞ്ഞാൽ ചണ്ടി അരിച്ച് കളഞ്ഞിട്ട് അതങ്ങോട്ട് കുടിക്കുക. ഇത് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചാൽ ഈ വൈറൽ ഫീവർ സമയത്ത് എന്ത് തരം വൈറസ് ആയിക്കോട്ടെ, ഈവൻ ഇനിയിപ്പോൾ കൊറോണ വൈറസോ ഒമിക്രോൺ വൈറസോ അതുകൊണ്ട് അനുബന്ധിച്ചുണ്ടാകുന്ന പനിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കുരുമുളകും തുളസിയിലും കരിനൊച്ചിയിലും കൂടി ചതച്ചിട്ട് തിളപ്പിച്ച് കഷായം വെച്ച് കുടിച്ചാൽ അതുകൊണ്ടുള്ള ക്ഷീണം, ആലസ്യമൊക്കെ കുറയുന്നതിനും, അഗ്നിദീപ്തി ഉണ്ടാകുന്നതിനും, വിശപ്പ് ഉണ്ടാകുന്നതിനും, ക്ഷീണം കുറയുന്നതിനും, പനിയുടെ കാഠിന്യം കുറയുന്നതിനും സഹായിക്കും. ഓക്കെ, ഇനി അപ്പോൾ 2 ഉപയോഗമായി, 3 ഉപയോഗമായിട്ടോ. ആവി പിടിക്കാനും കൊള്ളാം, കുളിക്കാനും കൊള്ളാം, നമുക്ക് വൈറൽ ഫീവറിന് ഉപയോഗിക്കാം. ഇനി നമുക്ക് വായ്പുണ്ണിന് ഉപയോഗിക്കാം. വായ്പുണ്ണിന് എങ്ങനെയാണെന്നറിയോ? ഒരു കഷ്ണം മഞ്ഞൾ, കുഞ്ഞു കഷ്ണം മഞ്ഞളും ഇതിന്റെ ഒരു 4-5 ഇലയും കൂടെ ചവച്ചരച്ചിട്ട് രാവിലെ അങ്ങോട്ട് ഇറക്കിക്കോ, വെറും വയറ്റില്. രാവിലെ പതിവായിട്ട് അങ്ങോട്ട് സേവിച്ചോ. ഈ കൂടെ വായ്പുണ്ണ് വരുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇനി അതല്ല വെച്ചാൽ കുറച്ചും കൂടി കാര്യമായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന്റെ ഇല ചതച്ചിട്ട് കഷായം വെക്കുക, അല്ലെങ്കിൽ കരിനൊച്ചിയുടെ തൊലി ചതച്ചിട്ട് കൊത്തി നുറുക്കി ചതച്ചിട്ടേ കഷായം വെച്ചാൽ കഷായം കൗൾ കൊള്ളുക. ഓരോ ഔൺസ് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുകയും ചെയ്യുക. അതും നല്ലതാ. ഇതെങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് അറിയോ? ഈ വായ്പുണ്ണ് പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ മൗത്തിലെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന വിരകൾ, അതും ഇതിന് കാരണം. അപ്പൊ ഈ വിരശല്യം ഒഴിവാക്കുന്നതിനും ഈ കരിനൊച്ചിക്ക് കഴിവുണ്ട്. ഒട്ടനവധി ഗുണങ്ങളുണ്ട്, രസകരമായ പല സംഗതികളുണ്ട് പറയാം. അപ്പോൾ ഈ വാദവേദനയ്ക്ക് എങ്ങനെയാന്ന് പറഞ്ഞു. നമുക്ക്
വിരശല്യത്തിന് എങ്ങനെ ഉപയോഗിക്കുന്നു പറഞ്ഞു. അപ്പോൾ വിരശല്യത്തിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തൊടിയിൽ ഒരു 4 സെന്റ് സ്ഥലം ഒരു പുരയുടെ ഉണ്ടെങ്കിൽ അതിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു കമ്പ് ആ മഴ വന്ന് മാറോടുകൂടിയിട്ട് നട്ടാ തന്നെ പിടിച്ചോളൂ. ഇത് അങ്ങനെ ഉണങ്ങി പോകുന്നില്ല. ഇനിയിപ്പോൾ ഇച്ചിരിച്ച് വേനൽക്കാലമായാലും ഇച്ചിരിച്ചൊന്ന് നനച്ചു കൊടുക്കാതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുളിമുറിയിൽ നിന്നൊക്കെ വെള്ളം പോണ ഓവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് നട്ടു കഴിഞ്ഞ അടുത്തായിട്ട് നച്ചു പിടിപ്പിച്ചാലുണ്ടല്ലോ തഴച്ച് വളരും സംഗതി. ഒരു പ്രശ്നവുമില്ല. ചെടി ഏതാന്ന് ഇപ്പോൾ കാണിച്ചു തരും ചെയ്യാൻ വീഡിയോയിൽ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതങ്ങനെ നട്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇല നമുക്ക് വീട്ടിലെ ആവശ്യമാണ്. പലതരം ഉപയോഗങ്ങളുണ്ട് പറയാട്ടോ. അപ്പോൾ നമുക്ക് ഒരു 4-5 ഇല ചവച്ചരയ്ക്കുക, ഒരു കഷ്ണം മഞ്ഞൾ അതിൻ്റെ കൂടെ, അത് ഉണക്കമഞ്ഞളേ അത് ചവച്ചരച്ച് ഇങ്ങനെ രാവിലെ വെറും വയറ്റിൽ അത് കഴിച്ച് ചവച്ചരച്ച് അങ്ങോട്ട് ഇറക്കുക. ഈ വായ്പുണ്ണ് സ്ഥിരം വരുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ വേറെ സംഗതി കൂടി വയറ്റിൽ വിര ഉണ്ടാവുന്നേക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വിരശല്യം ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഇല ചതച്ചിടുക, ഒരു കഷ്ണം മഞ്ഞളും കൂടിയിട്ട് കഷായം വെക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പിടി ഇല എടുത്തോ, ഒരു കുഞ്ഞു കഷ്ണം മഞ്ഞളും 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. അതൊരു പകുതിയായിട്ടോ 1/3 വറ്റി കഴിയുമ്പോൾ ആ ചണ്ടി അങ്ങോട്ട് അരിച്ച് കളഞ്ഞിട്ട് അതൊരു പകുതി രാവിലെയും പകുതി വൈകിട്ടും അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് വിരശല്യം വായ്പുണ്ണൊക്കെ ഉള്ളവർക്ക് ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് പതിവായിട്ടാണ് കഴിച്ചു കഴിഞ്ഞാൽ ഈ വിരശല്യം പൊക്കോളും വായ്പുണ്ണും പൊക്കോളും, അതിന് പറ്റും. ഓക്കെ, ഇനി വേറെ സംഗതി, നിങ്ങൾ ഈ ബൃഹത് നിർഗുണ്ഡ്യാദി നിർഗുണ്ഡ്യാദി തൈലൊക്കെ ഞാൻ പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യാറില്ലേ നിങ്ങൾക്ക്, നിർഗുണ്ഡ്യാദി തൈലം, അതുപോലെ നിർഗുണ്ടി ഏരണ്ടം, സിന്ധുവാരേരണ്ടം, അതൊക്കെ ആവണക്കെണ്ണ ചേർത്ത് കാച്ചുന്ന ഈ നിർഗുണ്ഡ്യാദി തൈലം ചേർത്ത് കാച്ചുന്ന അത് കഴുത്തിന് മുകളിലുള്ള ഏത് ബൃഹത് നിർഗുണ്ഡ്യാദി തൈലേ കഴുത്തിന് മുകളിൽ നമുക്ക് ഗ്ലാൻസ് എൻലാർജ് ചെയ്തിട്ട് വരുന്ന പനിയും നീർക്കെട്ടും വരുന്ന എന്ത് രോഗാവസ്ഥയും കഴുത്തിന് മുകളിൽ, അതായത് പ്രത്യേകിച്ച് ഈ പനിയോടൊക്കെ കൂടി നമുക്ക് ഈ ഗ്ലാൻസ് ലിംഫ് നോഡ്സ് ഒക്കെ എൻലാർജ്ഡ് ആവും. അതല്ലെങ്കിൽ ഇവിടെ ടോൺസിൽസ് ഒക്കെ കൂടും. ഇനി തൈറോയിഡിന്റെ പ്രശ്നം, ഇത്തരം ഗ്ലാൻസ് എൻലാർജ് ചെയ്തിട്ട് വരുന്ന കഴുത്തിന് മുകളിലുള്ള എല്ലാ രോഗാവസ്ഥകളും, സൈനസൈറ്റിസ് ആയാലും തുമ്മൽ ജലദോഷം കഫക്കെട്ട്, ഇനി അതുവഴി നീരിറങ്ങിയിട്ട് കഴുത്ത് വേദന വരിക, ഇത്തരം അവസ്ഥയിലൊക്കെ ഈ നിർഗുണ്ഡ്യാദി തൈലം ഉപയോഗിക്കാറുണ്ട്. മറ്റ് രോഗാവസ്ഥകൾക്കനുസരിച്ചുള്ള കഷായങ്ങളുള്ളിലേക്ക് വേറെ നിശ്ചയിക്കും കേട്ടോ, അത് നിങ്ങളുടെ ആയുർവേദ ഡോക്ടറുടെ യുക്തി അനുസരിച്ച് നിശ്ചയിച്ചോട്ടെ. പക്ഷേ ഇത്തരം രോഗാവസ്ഥകളിലൊക്കെ ഈ തൈലം വളരെ പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ ആ ഗളകണ്ഠം, അപജി, ഗണ്ഡമാല എന്നൊക്കെ പറയുന്ന രോഗാവസ്ഥകളുണ്ട്. അതായത് തൊണ്ടമുഴ ഒക്കെ വരിക. അത് തൊണ്ടമുഴ വരിക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ തൈറോയിഡ് പ്രോബ്ലവും അതുപോലെ ടോൺസിലൈറ്റിസും ലിംഫാഡിനോപ്പതി ഇത്തരം കണ്ടീഷനുകളാണ്. അതിൽ ഈ ബൃഹത് നിർഗുണ്ഡ്യാദി എണ്ണ വളരെ വിശേഷമാണ്. പക്ഷെ ഉള്ളിലേക്കുള്ള നീർക്കെട്ട് വലിയാനുള്ള കഷായങ്ങൾ വേറെ വേണം, ഒന്നുകൂടെ ഓർമ്മിച്ചു മാത്രം. അപ്പോൾ അതിനുപയോഗിക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഇടിച്ചു പിഴിഞ്ഞ സ്വരസില്ലേ, അതൊരു 2-3 തുള്ളി ഈ അപസ്മാരം ഫിറ്റ്സ് കൂടെ വരുന്നവരില്ലേ, അത് ദിവസേന രാവിലെ ഒരു 2 തുള്ളി ഇടിച്ചു പിഴിഞ്ഞാൽ ഒരു ഇലയിൽ നിന്ന് 2 തുള്ളി കിട്ടപ്പോൾ എത്ര ഇല വേണം, അതൊന്ന് ഇടിച്ചു പിഴിഞ്ഞാൽ നീര് 2 തുള്ളി ദിവസേന മൂക്കിലങ്ങോട്ട് വലിച്ചാൽ ഈ അപസ്മാരം വരുന്നതിൻ്റെ തീവ്രത കുറയും, അതിൻ്റെ ഗ്യാപ്പ് അകലം കൂടി കിട്ടും, വരുമ്പോൾ തന്നെ അതിൻ്റെ ആഘാതം കുറയും. മനസ്സിലായോ? ഇനി ഇതൊരു ചികിത്സയുടെ ഭാഗമായിട്ട് ഇച്ചിരി കൂടുതലായിട്ട് മർശനസ് എന്ന് പറയും, അളവ് കൂടും. അപ്പോൾ മർശനസ്യം ചെയ്യണമെങ്കിൽ അത് കുറച്ച് അതിൻ്റെതായ ഡോക്ടേഴ്സിൻ്റെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ പൂർവ്വവിധി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പ്രതിമർശമാണ് ഈ 2 തുള്ളി വീതം, അത് നിത്യേന ആർക്കും എപ്പോൾ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണ് ഫിറ്റ്സ് വന്നിട്ടേ, അപ്പോൾ ആ സമയത്ത് ഇത് മൂക്കിലൂടെ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുത്താൽ പേഷ്യൻ്റ് ചാടി അങ്ങോട്ട് എനിക്കും. ഓക്കെ, അതിനും സഹായിക്കാം ഈ കരിനൊച്ചിയുടെ ഇലയുടെ സ്വരസം കേട്ടോ. ഇനി സ്വരസമായുള്ളൂ, ഇനി കഷായം പറയാണ്ട്, കൽക്കം പറയാണ്ട്, ഒരുപാട് ഉപയോഗങ്ങൾ പിന്നെയും പറയാണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേട്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് ഡെയിലി 9 മണിക്ക് രാത്രി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവസാനം വരെ കാണാം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്താൽ തൃപ്തിയായി. ഓക്കെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഒന്നും മടിക്കണ്ട. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും കൂടെ ഓർമ്മിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗളകണ്ഠം, ഗണ്ഡമാല, സൈനസൈറ്റിസ്, കഴുത്തിലെ തൈറോയിഡ്, ടോൺസിലൈറ്റിസ്, ലിംഫാഡിനോപ്പതി ഇത്തരം സംഗതികൾക്കൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, വായ്പുണ്ണിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് തലവേദന, അതിനാണ് ഞാൻ ഈ രസകരമായ ഒരു ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നല്ല കഠിനമായ തലവേദന, വളരെ കാലങ്ങളായിട്ട് തലവേദന, അപ്പോൾ ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു. അങ്ങനെ കൂടെ എന്തെങ്കിലും ഒരു കാരണം കിട്ടി അപ്പോൾ തലവേദന വരുന്നുള്ള പ്രകൃതക്കാരില്ലേ, അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കുട്ടി തലവണ ഇതുകൊണ്ടങ്ങോട്ട് ഉണ്ടാക്കുക. കരിനൊച്ചിയുടെ ഇല അങ്ങോട്ട് എടുത്തിട്ട് പറിച്ചെടുത്തിട്ടേ അതൊരു തലവണയുടെ ഉള്ളിൽ അങ്ങോട്ട് നിറയ്ക്കുക. എന്നിട്ട് അങ്ങനെ പില്ലോ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കിടക്കുന്നത് ശീലമാക്കുക. ഇച്ചിരി സുഖമൊക്കെ കുറയും, പക്ഷെ അതിൻ്റെ ആ ഗന്ധമൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ കിട്ടുമ്പോൾ ഈ തലവേദനയുടെ ഈണം അങ്ങോട്ട് കുറയും. തലവേദന നിങ്ങൾ അറിയാതെ മാറിപ്പോവും. മനസ്സിലായോ? പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ നസ്യവും അതുപോലെ ഇത് കാച്ചിയരിച്ച് തേക്കുന്ന എണ്ണ തേച്ച് കുളിച്ചാലും ഇത് ഇത്തരം തലവേദനകൾക്കും പ്രയോജനമാണ്. പക്ഷെ തലക്കെണ്ണ വയ്ക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം മതി. എന്താ വെച്ചാൽ ഒപ്പം കൂടെ ഉള്ളിലേക്കുള്ള മരുന്നുകൾ ആവശ്യമായിട്ട് വരും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കരിനൊച്ചിയുടെ ഇലയിട്ട് കാച്ചിയരിച്ച് തേക്കുന്ന
എണ്ണ തലയ്ക്ക് തേച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറയാനായിട്ട് തലവേദനയും സൈനസൈറ്റിസും ഒക്കെ കുറയുന്നതിന് സഹായിക്കും. അതുകൊണ്ട് പില്ലോ ഉണ്ടാക്കിയിട്ട് കരിനൊച്ചിയുടെ ഇല പറിച്ചെടുത്ത് തലയണ ഉണ്ടാക്കിയിട്ട് ആ തലയണ വെച്ച് കിടക്കുക, അതും ഈ തലവേദനയ്ക്ക് ഉത്തമമാണ്. ഇനി തലവേദനയ്ക്ക് വേറൊരു സംഗതി കൂടെ ചെയ്യാം. കൽക്കത്തിന്റെ പ്രയോഗം പറയേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതായത് ഒരു 1-2 പിടി ഇല എടുത്തിട്ടേ നന്നായിട്ട് അരയ്ക്കുക, വെണ്ണ പോലെ അരച്ചെടുക്കുക. അതിൻ്റെ ആ നാരൊക്കെ പൊട്ടിച്ച് കളഞ്ഞു, എന്നിട്ട് ആ ഇല മാത്രം മതി. എന്നിട്ട് അത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഈ കലശലായ തലവേദന വരുമ്പോൾ നിങ്ങളത് നെറ്റിയിൽ ഇങ്ങനെ ലേബിട്ടിട്ടേ നെറ്റിയിൽ മൊത്തം കവർ ചെയ്ത് ലേബിടണം. അധികം കനം വേണ്ട. എന്നിട്ട് കണ്ണടച്ചൊന്ന് വിശ്രമിച്ച് വയ്ക്കും, 1 അരമണിക്കൂർ നേരം. ഈ തലവേദനയൊക്കെ പമ്പ് കിടക്കും. ഓക്കെ, ഇത് ഒട്ടുമിക്ക കേസുകളിലും കാണുന്ന സംഗതിയാണ്. എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. എന്ന് വെച്ചാൽ തലവേദന പല കാരണം കൊണ്ട് ഉണ്ടാവല്ലോ. ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, യാതൊരു ഛേദവും ഇല്ലാത്ത സംഗതിയല്ലേ. നിങ്ങൾക്ക് പറമ്പിൽ ഒരു ഇലയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പൊ തലവേദനയ്ക്ക് നമുക്ക് ഇതിന്റെ നസ്യവും ഗുണാവും, ഇത് കാച്ചി അരിച്ച് തേക്കുന്ന എണ്ണയും ഗുണാവും. അതുപോലെ നെറ്റിയിലെ പ്രാദേശിക ലേവിടുന്നതും തലവേദന കുറയുന്നതിന് സഹായിക്കും. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കഴിച്ചാൽ നമ്മുടെ ഈ വിരശല്യത്തിനും നല്ലതാണ്, വായ്പുണ്ണിനും നല്ലതാന്ന് പറഞ്ഞു. ഇനിയാണ് കിടക്കണേ വാദസംബന്ധമായ പ്രശ്നങ്ങൾ. അതായത് ബലാസഹചരാതി കഷായല്ലേ, ഇതിലൊരു പ്രധാന കണ്ടന്റാണ് ഇതിന്റെ വേര്. മനസ്സിലായോ? കരിനൊച്ചിയുടെ വേര്. ഇനിയിപ്പോൾ കരിനൊച്ചിയുടെ തൊലി ഉപയോഗിക്കാൻ നമുക്ക്, ഇതിന് മൊത്തം ഔഷധ ഗുണം കളയാനായിട്ട് ഒന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ കരിനൊച്ചിയുടെ വേര് കഷായം വെച്ചിട്ട് ഇത്തരം വാദസംബന്ധമായ രോഗങ്ങൾ ഉള്ള കഷായങ്ങളിൽ ഒരു ഘടകമാണ്. മനസ്സിലായോ? അപ്പോൾ അതിനും നല്ലതാണ്. പിന്നെ നമുക്ക് ബാക്ക് പെയിൻ വരാം. ഇത് സാധാരണ ഒരുപാട് പേർക്ക് ഞാൻ നിർദ്ദേശിക്കാറുള്ളതാണ് കൺസൾട്ടേഷൻ വരുമ്പോഴേ. അതായത് ബാക്ക് പെയിൻ പേഷ്യൻസ് വരുമ്പോൾ ഈ എല്ലാം അങ്ങോട്ട് അരച്ചിട്ട്, അപ്പോൾ അവർക്ക് ഇങ്ങനെ ചികിത്സയുടെ ഒക്കെ ഭാഗമായിട്ട് വീട്ടിനകത്തിരിക്കുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അവരോട് നിത്യേന ഒരു 7 ദിവസമെങ്കിലും മിനിമം അടുപ്പിച്ച് ചെയ്യാൻ പറ്റട്ടോ. എല്ലാം നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ സാക്രൽ ബോണില്ലേ, ആ നടുവിൽ ആ വേദന തോന്നുന്ന ഏരിയയിൽ അങ്ങോട്ട് അരച്ച് പരട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കെട്ടി വെച്ചിട്ട് കിടക്കാൻ പറയും. രാത്രി കെട്ടി വെച്ച് അങ്ങോട്ട് കിടന്ന് രാവിലെ അഴിച്ചു കളഞ്ഞോ. അപ്പോൾ ആ നീർക്കെട്ട് വലിയുന്നതിനും ആ തണ്ടൽ വേദന കുറയുന്നതിനും നടുവേദന, ലോവർ ബാക്ക് ഏക്ക് കുറയുന്നതിന് സഹായിക്കാവുന്നതാണ്. അതിപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ആയിക്കോട്ടെ, ഡിസ്ക് ബൾജ് ആയിക്കോട്ടെ, പ്രൊട്രൂഷനോ നെക്രോസിസോ എന്ത് തരത്തിലുള്ള ബാക്ക് പെയിൻ ആയാലും അത് കുറയുന്നതിന് വെച്ചാൽ നീർക്കെട്ട് അങ്ങോട്ട് വലിക്കുക. ആ നീർക്കെട്ട് അങ്ങോട്ട് വലിയുമ്പോൾ അവിടുത്തെ ഗ്യാപ്പും ഒക്കെ കുറയും. അപ്പോൾ നിങ്ങളുടെ വേദനയും കുറയും. ഇതുകൊണ്ട് മാത്രമാവില്ലെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ നടുവേദന ചികിത്സയ്ക്ക് നമുക്ക് ഇത് ലേപമായിട്ട്, നമ്മൾ തലവേദനയ്ക്ക് ചെരിച്ചിലിടാനായിട്ട് പറഞ്ഞില്ല, അതേപോലെ നന്നായിട്ട് അരച്ച് ലേപം ആ അരക്കെട്ടിൽ അങ്ങോട്ട് പുരട്ടുക. എന്നിട്ട് ബാൻഡേജ് ചെയ്ത് കെട്ടിക്കിടക്കുക, രാവിലെ അഴിച്ച് കളയുക. ഇത് പതിവായിട്ട് മിനിമം ഒരു 7 ദിവസം ചെയ്യണം. അതിൽ കൂടുതൽ ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല. അത് ചെയ്താൽ നിങ്ങൾക്ക് വേദനയ്ക്ക് ആഘാതം കുറയുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത് കെട്ടിയിട്ട് നിങ്ങൾ മലർന്ന് കിടക്കണം കേട്ടോ. മലർന്ന് കിടക്കുക. അപ്പോഴാണ് ആ രക്തോട്ടം നെർവ് സപ്ലൈക്ക് ശരിക്കും ആവുള്ള നീർക്കെട്ട് കുറയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും വേദന കുറഞ്ഞു തുടങ്ങും നിങ്ങൾക്ക്. ആദ്യത്തെ ദിവസം വേദന ഇച്ചിരി കൂടും. അപ്പോൾ പേടിച്ച് നിർത്തരുത്, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, കരിനൊച്ചിയുടെ ഇല മാത്രം മതി. പിന്നെ എന്തിനാ പേടിക്കണേ? അത് അരച്ചങ്ങോട്ട് ലേപം ചെയ്ത് കെട്ടി വെച്ചാൽ ആ വേദന കുറയുന്നതിന് സഹായിക്കും. ഇനി ഇതിൻ്റെ നീര് ഇടിച്ചു പിഴിഞ്ഞിട്ട് അതിൽ സമം ആവണക്കെണ്ണ ചേർക്കുക. അതായത് ഇപ്പോൾ ഒരു 1 ഔൺസ് നീരെടുക്കുക, ഇടിച്ചു പിഴിഞ്ഞ നീര്, കരിനൊച്ചിയില നീര്, ഇടിച്ചു പിഴിഞ്ഞ നീര്, ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് 1 ഔൺസിൽ 1 ഔൺസ് ആവണക്കെണ്ണയും ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ നന്നായിട്ട് ശോധന ഉണ്ടാവും. അപ്പോൾ ആ നീർക്കെട്ടൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തണ്ടൽ വേദന കുറയുന്നതിന് സഹായിക്കാവും. പിന്നെ അതുപോലെ ഈ ഇല തന്നെ അരച്ചൊരു 10 മുതൽ 20 ഗ്രാം വരെ ഇരിക്കുക. അത് നിങ്ങളുടെ ദഹനശക്തിക്ക് അനുസരിച്ച് ഒരു 14 ദിവസം അതിരാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് സേവിക്കുക. അപ്പോഴും ഈ തണ്ടൽ വേദനയ്ക്കുള്ള ചികിത്സയാണ് ഇത്. നടുവേദന വിട്ടുമാറാത്ത പലതരം വീഴ്ച കൊണ്ടും ശരീരഭാരം കൂടിയിട്ടും ഈ ഡിസ്ക് ബൾജ് ആയിട്ടും ഈ ഡെലിവറിക്ക് ശേഷം അതല്ലെങ്കിൽ ഇനി തണ്ടിൽ കുത്തി വീഴുക, സ്റ്റെപ്പ് മുന്ന് വീഴുക, ടോയ്ലറ്റിൽ വീഴുക, ഇങ്ങനെയൊക്കെ അരക്കെട്ടിൽ നീർക്കെട്ട് വന്നിട്ട് പല രീതിയിൽ ഇത് വന്ന ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കില്ലോ. ഒരു 5-8 കൊല്ലം കഴിയുമ്പോഴാണ് നടുവേദന കൂടുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഒന്ന് കലശലായ വേദന വരുമ്പോൾ ഇതുകൊണ്ട് മാത്രം മാറുന്നു ഞാൻ അവകാശപ്പെടുന്നില്ല. ഇത് നിങ്ങൾക്ക് തൽക്കാലത്തേക്കൊന്ന് വേദന കുറയുന്നതിന് സഹായിക്കും. ഇതിപ്പോൾ ഗൾഫിലെ കാലാവസ്ഥയിലും ദുബായിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കുറച്ച് ഉള്ളിലേക്ക് പോയാലേ ഇത് നട്ടു വളർത്താവുന്നുള്ളൂ. അവിടെയും പിടിക്കും ഇത്. ഇവിടുന്ന് ചിലരൊക്കെ ബാഗിൽ വെച്ച് വരെ കമ്പ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് ആവാം പണ്ട് കാലത്ത്. ഞാൻ അവിടെ കണ്ടിട്ട് സംഗതി. അപ്പോൾ അവിടെയും കിട്ടും. നിങ്ങൾക്ക് യാതൊരു വൈദ്യസഹായവും ഇല്ലാതെ കുറച്ച് ഇല അരച്ചെന്ന് വെച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു തൽക്കാല ആശ്വാസം കിട്ടില്ലേ. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന വരെയുള്ള സമയത്തേക്ക് വേദന കുറഞ്ഞു കിട്ടല്ലോ, അതിന് ഉപയോഗിക്കാം. അപ്പോൾ തണ്ടൽ വേദനയുടെ ചികിത്സയ്ക്ക്, അപസ്മാരത്തിന്റെ ചികിത്സയ്ക്ക്, വിരശല്യത്തിന്, അതുപോലെ ഈ ഗളകണ്ഠം പോലത്തെ ടോൺസിലൈറ്റിസ്, ലിംഫാഡിനോപ്പതി, ഇത്തരം രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വളരെ വിശേഷമാണ് കരിനൊച്ചി. വാദസംബന്ധമായ സന്ധിഗത വാത രോഗങ്ങൾക്ക്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടി പറയുന്നുണ്ട്. എന്താണെന്നറിയോ? കിഡ്നി സ്റ്റോൺ, മൂത്രാശയക്കല്ല്. മൂത്രാശയക്കല്ലിന് ചികിത്സയ്ക്ക് വരുമ്പോൾ ആ രോഗികളോട് ഞാൻ പറയാറുള്ള ഒരു സംഗതിയാണ് ഈ ഇല അരച്ച്
വെറും വയറ്റിൽ അതിരാവിലെ ഒരു 10 ഗ്രാം ഡെയിലി കഴിച്ചു എന്ന് പറയും. വെറും വയറ്റ് അങ്ങോട്ട് കഴിക്കാൻ പറയും. അതൊരു 21 ദിവസം അടുപ്പിച്ച് കഴിക്കാൻ പറയും. നമ്മൾ മറ്റു മരുന്നുകൾ, ഔഷധങ്ങൾ, അവരുടെ ടൈപ്പ്, ആ കല്ലിന്റെ നേച്ചർ, സൈസ്, എവിടെയാണ് ലൊക്കേഷൻ, സൈറ്റ് എന്നൊക്കെ അനുസരിച്ച് അതിനനുസരിച്ച് കഷായങ്ങൾ ഞങ്ങൾ കാണിക്കുന്ന, രോഗി പ്രദർശിപ്പിക്കുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ച് പനിയുണ്ടോ, ഛർദിയുണ്ടോ, വേദനയുണ്ടോ, അതിനൊക്കെ അനുസരിച്ച് കഷായങ്ങൾ മാറ്റി മാറ്റി കൊടുക്കും. പക്ഷെ ഇത് കോമൺ ആയിട്ട് എല്ലാവരോടും കഴിച്ചോളം പറയും. അതൊരു 21 ദിവസം അടുപ്പിച്ച് ഒരു 10 ഗ്രാം അരച്ചെടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് സേവിക്കുക. ഓക്കെ, അത് ഈ മൂത്രാശയക്കല്ല് അലിഞ്ഞു പോകുന്നതിന് സഹായിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ മൂത്രാശയക്കല്ലിന് പറ്റും, വിരയ്ക്ക് പറ്റും, അപസ്മാരത്തിന് പറ്റും, ഗളകണ്ഠത്തിന് പറ്റും, ടോൺസിലൈറ്റിസിന് പറ്റും, തൈറോയിഡിന് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ചേർത്ത് ആവണക്കെണ്ണ കാച്ചി കഴിച്ചാൽ ശോധന ഉണ്ടാവുന്നതിനും നടുഭാഗത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയുന്നതിനും സഹായിക്കും. അതുപോലെ ഇത് എണ്ണ കാച്ചി തേച്ച് തലയ്ക്ക് തേച്ചാൽ ഇതുപോലെ സൈനസൈറ്റിസും ടോൺസിലൈറ്റിസിനും അതുപോലെ തൈറോയിഡ് പ്രോബ്ലത്തിനും കുറയുന്നതിനും സഹായിക്കും. ഇത് മാത്രം ആവില്ല എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയാം കേട്ടോ. നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഉള്ളിലേക്കുള്ള മരുന്നുകൾ നിശ്ചയിക്കണം. ഞാൻ ആദ്യം കുറച്ച് വീഡിയോകളിലൊക്കെ ചില മരുന്നുകളുടെ പേര് പറഞ്ഞു. അതിപ്പോൾ ഈ സാമ്പാറിൽ കായം നല്ലതാന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന മരുന്നുകൾ ഇന്ന രോഗത്തിന് നല്ലതാന്ന് പറഞ്ഞു വെച്ചിട്ട് അത് മാത്രം മതിയാവില്ല. പലപ്പോഴും പലരും കോൺടാക്ട് ചെയ്യുന്ന ആ മരുന്നുകൾ അയച്ചു തരൂ, ആ മരുന്നുകൾ തരുമോ എന്ന് ചോദിച്ചിട്ടാ. ആ മരുന്ന് പല മരുന്നുകളിൽ ഒന്നാണെന്ന് മാത്രം. മനസ്സിലായോ? അത് തന്നെയാണ് ഈ കരിനൊച്ചിയുടെയും കാര്യം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് പല മരുന്നുകളും വേണ്ടി വരും. എന്ന് വെച്ചാൽ രോഗ തീവ്രത വ്യത്യാസപ്പെട്ടിരിക്കില്ലേ. പലർക്കും പല കാരണം കൊണ്ടാണ് ഈ തണ്ടൽവേദനയും മൂത്രാശയക്കല്ലും തലവേദനയും അപസ്മാരം ഒക്കെ ഉണ്ടാവണേ. മനസ്സിലായോ? പക്ഷെ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു അപകടം ഉണ്ടാവില്ല. നമുക്കൊരു 2-3-4 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പൊടിക്കൈ എന്നുള്ള നിലയ്ക്ക് തൽക്കാല ആശ്വാസത്തിന് ശ്രമിച്ചു നോക്കാം. മറ്റ് ചികിത്സകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അനുവാദത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന് സഹായകമാവും. അപ്പോൾ ഇത്തരം ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. വിറ്റെക്സ്, നിഗുണ്ടോ, നിർഗുണ്ടി, കരിനൊച്ചി, മനസ്സിലായോ? സിന്ധുവാരം എന്ന സംസ്കൃത പദം. ഇനി ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. ഇനി നമുക്ക് ചെടി കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ ഈ ചെടി പരിചയപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ 1-2 ആവർത്തിച്ച് കണ്ടോ. എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ചേതല്ലാത്ത ഉപകാരമല്ലേ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് ഡെയിലി 9 മണിക്ക് രാത്രി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് കമന്റുകൾ, ഒരുപാട് സന്തോഷം. അത് ബോണസായിട്ട് ഇരുന്നോട്ടെ. അതായത് ഇതിന് ഭയങ്കര അണുനാശക ശക്തി ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറമ്പിന്റെ മൂലയിൽ നടാൻ പറഞ്ഞില്ലേ, എന്താ ഗുണമെന്നറിയോ? നമുക്ക് കൃഷിസ്ഥലങ്ങളിലുള്ള കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. നിങ്ങൾ വല്ല പച്ചക്കറി കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഈ ശത്രു കീടങ്ങൾ, പ്രാണികളെയൊക്കെ നിയന്ത്രിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും സഹായിക്കും. അതിനൊരു പണിയുണ്ട്. ഇതിന്റെ ഇല കഷായം വെക്കുക. ആ കഷായം നിങ്ങൾ തെളിച്ചു കൊടുക്കുകയോ സ്പ്രേയറിലാക്കിയിട്ട് തെളിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്താലേ ഈ പലതരം ഫംഗൽ ഇൻഫെക്ഷനുമായ ഇലയിലും തണ്ടുതൊരപ്പൻ അങ്ങനെ പലതരം കീടങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ പച്ചക്കറി നശിപ്പിക്കാനായിട്ട്, കൃഷി നശിപ്പിക്കാനായിട്ട്, അവയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. അതുകൊണ്ട് ഓരോ പറമ്പിന്റെയും ഒരു മൂലയിൽ നട്ടു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഒരു ഉപയോഗം കൂടി ഉണ്ട്. നിങ്ങളിത് ഉണക്കിയെടുത്തിട്ടേ ഇതിന്റെ ഇല ഉണക്കിയെടുത്തിട്ട് പുകച്ചു കഴിഞ്ഞാൽ കൊതു വരാതിരിക്കുന്നതിന് സഹായിക്കും. അതുപോലെ വീട്ടിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കീടങ്ങളുടെ ശല്യം, പ്രാണികൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇല ഒന്ന് പുകയ്ക്കണത് ദിവസേന സന്ധ്യയാകുമ്പോൾ ഒന്ന് പുകയ്ക്കണത് നല്ലതാണ്. അതുപോലെ പച്ചില ഇങ്ങനെ കീറി പല ഭാഗത്ത് ഇട്ടാലും ഇതിന്റെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ ഈ കീടങ്ങൾ അധികം വരില്ല അത്രേ. അപ്പൊ അങ്ങനെ ഒരു ഉപയോഗം കൂടി ഉണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് വീഡിയോയിൽ ആഡ് ചെയ്യാന്ന് വെച്ചേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇത്തരം പോയിന്റ്സ്, ഇത്തരം വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.